സാംസ്കാരിക വൈവിധ്യങ്ങളുടെ നാടാണ് പാലക്കാട്. എക്കാലവും ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിന്ന മണ്ഡലം. എന്നാൽ കഴിഞ്ഞ തവണ MP രാജേഷിന് അടിതെറ്റി. അത് ഇടതുപക്ഷ കേന്ദ്രങ്ങൾക്ക് വിശ്വസിക്കാനായില്ല. ആ തോൽവിയുടെ ഞെട്ടലിൽ നിന്നും അവർ ഇപ്പോഴും മുക്തരായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഏറ്റവും മുതിർന്ന നേതാവ് വിജയരാഘവനെ തന്നെ പാലക്കാട് മത്സരിപ്പിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി ഇത്തവണയും മത്സരിക്കുന്നത് VK ശ്രീകണ്ഠനാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി മികച്ച ജനകീയ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം പാലക്കാടിൻ്റെ മണ്ണിൽ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരികയാണ്. അതാണ് അദ്ദേഹത്തിന് ഇത്തവണയും മത്സരിക്കാൻ ആത്മവിശ്വാസം നൽകിയിരിക്കുന്നത്. എന്നാൽ പരമ്പരാഗതമായ ഇടതുപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ള ഉറപ്പാണ് വിജയരാഘവൻ്റെ വിജയത്തിൻ്റെ ആധാരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. പട്ടിണി മരണങ്ങൾ കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലും ദേശീയ ശ്രദ്ധയും ആകർഷിച്ച ഒരു മണ്ഡലമാണ് പാലക്കാട്. സമീപ വർഷങ്ങളിൽ പാലക്കാട് പാർലമെന്റിൽ ഉൾപ്പെടുന്ന അട്ടപ്പാടിയിൽ നടന്ന ആദിവാസി കുഞ്ഞുങ്ങളുടെ പട്ടിണി മരണവും ആദിവാസി യുവതികളുടെ അച്ഛനാരെന്നറിയാത്ത പ്രസവവുമൊക്കെ കേരളത്തെ നാണിപ്പിച്ചിരുന്നു. ആ പ്രശ്നങ്ങളാണ് ഇന്നും പാലക്കാടിൻ്റെ രാഷ്ട്രീയ വികസന പ്രശ്നങ്ങളായി നിലനിൽക്കുന്നത്. പാലക്കാടിൻ്റെ ടൗൺ മേഖല വിട്ടുകഴിഞ്ഞാൽ മലയോര മേഖലകളിൽ ഇന്നും വികസനമെത്താത്ത നിരവധി പ്രദേശങ്ങളുണ്ട്. ധാരാളം ദളിതരും ആദിവാസികളുമുണ്ട്. മതപരമായ ന്യൂനപക്ഷങ്ങളുണ്ട്. മുന്നോക്ക ഹൈന്ദവ ജനതയുണ്ട്. എങ്കിലും ഇവിടെ ഇപ്പോഴും വികസനം വലിയൊരു പ്രശ്നമാണ്. പാലക്കാട് ഒരു എയിംസ് വേണമെന്നുള്ളത് അവിടുത്തെ ജനപ്രതിനിധികളുടെ വലിയൊരു ആവശ്യമാണ്. ഇങ്ങനെ വിവിധ വിഷയങ്ങൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് ഇത്തവണ പാലക്കാട് കടന്നുപോയത്. പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ മണ്ണാർക്കാടും പാലക്കാടും UDF വിജയിച്ചു. ബാക്കി 5 മണ്ഡലങ്ങൾ ഇടതുപക്ഷവും. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കൊങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട് എന്നിവയാണ് ഈ മണ്ഡലങ്ങൾ. ഇത്തവണയും വളരെ ശക്തമായിട്ടുള്ള മത്സരമാണ് പാലക്കാട് നടന്നത്. തൻ്റെ ജനകീയ പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വോട്ടുറപ്പിക്കാൻ VK ശ്രീകണ്ഠന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് വിജയരാഘവൻ കണക്ക് കൂട്ടുന്നത്. പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയമായും നോക്കിയാൽ ഈ മണ്ഡലം തീർച്ചയായും ഇടതുപക്ഷത്തിൻ്റെതാണ്. അതുകൊണ്ടാണല്ലോ നിരവധി തവണ CPIM-ൻ്റെ നേതാക്കന്മാർക്ക് ഇവിടെ നിന്ന് വിജയിച്ചു വരാൻ സാധിച്ചത്. ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമല്ല. നല്ല രൂക്ഷമായ മത്സരം നടന്നെങ്കിലും VK ശ്രീകണ്ഠനെ പരാജയപ്പെടുത്തി വിജയരാഘവന് ചുരുങ്ങിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും വിജയിച്ചു വരാൻ കഴിയുമെന്നാണ് ഞങ്ങൾ നടത്തിയ പഠനം കണ്ടെത്തുന്നത്.